നമ്മൾ ഷിർക്കിനെയാണ് തൗഹീദ് എന്ന് മനസ്സിലായി. ഈ പോയിന്റ് അടിവരട്ടുള്ളി. സമസ്തക്കാര് 2 EKAP-കൾ ഷിർക്കിനെയാണ് നിങ്ങൾ തൗഹീദ് എന്ന് വിളിക്കുന്നത്, കുഫറിനെയാണ് നിങ്ങൾ ഈമാൻ എന്ന് വിളിക്കുന്നത്, ബിദ്അത്തിനെയാണ് നിങ്ങൾ സുന്നത്ത് എന്ന് വിളിക്കുന്നത്. ഈ പരാമർശം നല്ലോണം ശ്രദ്ധിച്ചോളി. എങ്ങനെ? നിങ്ങൾ ഷിർക്കിനെയാണ് തൗഹീദ് എന്ന് വിളിക്കുന്നത്. കാരണം ഖുർആനിലെ തൗഹീദ് നിങ്ങൾക്കറിയില്ല. ഖുർആൻ പഠിപ്പിച്ച ഷിർക്കും നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങളുടെ ഉസ്താദുമാര് പോലും പഠിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ ഉസ്താദ് വേറൊരു ഉസ്താദിന്റെ കീഴിൽ ഉസ്താദിന്റെ ഷിർക്ക് കേട്ട് വളർന്ന ശിഷ്യനാണ്. പേരോട് ഇന്ന ഉസ്താദിന്റെ ശിഷ്യനാണ്. ആ ഉസ്താദ് അതിന്റെ അപ്പുറത്തെ ഉസ്താദിന്റെ ശിഷ്യനാണ്. ആ ഉസ്താദ് പഠിപ്പിച്ച ഷിർക്കല്ലാതെ അതിനെ തൗഹീദായി കണ്ടുകൊണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് ഷിർക്കേത് തൗഹീദേത് എന്ന് മനസ്സിലാവില്ല. കാന്തപുരത്തിന്റെ മകൻ ബദരീങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ ബാപ്പ, പ്രിയപ്പെട്ട ഉപ്പ, മകന്റെ ഉപ്പ, കേരള യാത്ര നടത്തിയ നേതാവ്, അയാൾ എന്തു പറയണ്ടേ? അയാള് ഉണ്ട്, മൗലവി ഉണ്ട്, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് ബാപ്പ പറയുമ്പോ ആ ബാപ്പയിൽ നിന്ന് ദീന് പഠിച്ച മകൻ അതേ പറയൂ. അതുകൊണ്ട് നിങ്ങൾ ഷിർക്കിനെയാണ് തൗഹീദ് എന്ന് വിളിക്കുന്നത്, നിങ്ങൾ കുഫറിനെയാണ് ഈമാൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവൂല. നേരെ മറിച്ച് ഞങ്ങൾ ഖുർആൻ പഠിക്കുന്നു, ഖുർആനിൽ എന്താണ് കുഫർ, അത് നിങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. കുറ്റം ഞങ്ങളുടേതല്ല, നിങ്ങളുടേതാണ്.